ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു ഓട്ടോടെക് അഡ്വഞ്ചേഴ്സ്. ഇന്ന് നമ്മൾ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് ടാറ്റയുടെ ഏറ്റവും പുതിയ ഓഫറിംഗ് ആയിട്ടുള്ള ആൾട്രോസ് റേസറാണ്. ഈ ഒരു ഇന്ത്യൻ വിപണിയിൽ ഹോട്ട് ഹാച്ച് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു സെഗ്മെൻറ്റാണ്. ഏതാണ്ട് ഹുണ്ടായി i20 N-Line അല്ലെങ്കിൽ ഫോക്സ്വാഗൻ പോളോ എന്നിങ്ങനെയുള്ള ഒന്നോ രണ്ടോ വാഹനങ്ങൾ മാത്രമുള്ള ആ ഒരു സെഗ്മെൻറ്റിലേക്കാണ് ടാറ്റ ആൾട്രോസ് റേസറിനെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഇപ്പോൾ നിലവിലുള്ള വിപണിയിലുള്ള സെയിം ആൾട്രോസിൻ്റെ ഡിസൈനിലാണ് ഇത് വരുന്നതെങ്കിലും ഒരുപാട് ചേഞ്ചസ് ഈ റേസറിന് വേണ്ടി ടാറ്റ വരുത്തിയിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഇതിൽ വരുന്നത് ഒരു 3 സിലിണ്ടർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണ്. ആ എഞ്ചിൻ ഏകദേശം ഒരു 120 bhp പവറും ഒരു 170 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ ടാറ്റയുടെ തന്നെ വലിയ ഓഫറിംഗ് ആയ നെക്സണിൽ വരുന്ന സെയിം എഞ്ചിനാണ് വരുന്നത്. പക്ഷേ അത് കുറച്ച് ഡീട്യൂൺ ചെയ്ത് ഒരു ഹാച്ചിന് വേണ്ട ഒരു ഇതിലേക്ക് ഡീട്യൂൺ ചെയ്തിട്ടാണ് ടാറ്റ ഈ വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പം നോക്കിയാൽ തന്നെ അറിയാം, ഇപ്പം നമുക്ക് ഔട്ട് ഗോയിങ് ആയിട്ട് പോകുന്ന ആൾട്രോസിൻ്റെ ഏകദേശം സെയിം രൂപമാണ് ഈ വണ്ടിക്കെങ്കിലും ഒരു റേസർ ഒരു സ്പെഷ്യൽ എഡീഷൻ ആയിട്ട് ഇറങ്ങുന്നതിൻ്റെ എല്ലാ ചേഞ്ചസും ടാറ്റ ഈ വണ്ടിയിൽ വരുത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് സ്ട്രൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഈ വണ്ടി ഡ്യുവൽ ടോണിലാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് റേസ് സ്ട്രൈപ്സ് വണ്ടിയിൽ വരുന്നുണ്ട്. 3 വേർഷനുകളായിട്ടാണ് ടാറ്റ ഈ വണ്ടി നമ്മൾ ഇപ്പോൾ വിപണിയിൽ ഇറക്കിയിരിക്കുന്നത്. R1, R2 ആൻഡ് R3 എന്നിങ്ങനെ 3 ഓപ്ഷനുകളിൽ ഈ വണ്ടി നമുക്ക് വരുന്നുണ്ട്. ഒരു 1.2 ലിറ്റർ ടർബോചാർജ് പെട്രോൾ എഞ്ചിൻ മാനുവൽ ഗിയർ ബോക്സിൽ മാത്രമാണ് ഈ വണ്ടി വരുന്നത് എന്നുള്ളതും ഇതിൻ്റെ ഒരു സവിശേഷതയാണ്. ബിക്കോസ് കോമ്പറ്റീറ്റേഴ്സ് എല്ലാവരും ഓട്ടോമാറ്റിക് വേരിയൻസും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇത് ടോട്ടലി കുറച്ചും കൂടി ഒരു എൻതൂസിയാസ്റ്റിനെ വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന രീതിയിൽ നമുക്കൊരു മാനുവൽ ഗിയർ ബോക്സിലാണ് ഈ വണ്ടി വരുന്നത്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ആൾട്രോസ് റേസറിൻ്റെ ഡിസൈൻ ക്യൂസിനെ കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ ഇപ്പോൾ വിപണിയിലുള്ള ആൾട്രോസിൻ്റെ ഏകദേശം സെയിം ഡിസൈൻ തന്നെയാണ് ഈ വണ്ടിക്കും ടാറ്റ നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ റേസർ എഡിഷൻ്റേതായ ചില കോസ്മെറ്റിക് ചേഞ്ചസും ടാറ്റ ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടി മെയിൻലി വരുന്നത് 3 കളർ കോമ്പിനേഷൻസിലാണ്. ഒന്ന് വൈറ്റ് വിത്ത് ബ്ലാക്ക്, ഒന്ന് ഗ്രേ വിത്ത് ബ്ലാക്ക് ആൻഡ് പിന്നെ ഈ കാണുന്ന ഓറഞ്ച് വിത്ത് ബ്ലാക്ക്. എല്ലാം ഡ്യുവൽ ടോൺ കളേഴ്സാണ് ടാറ്റയും വണ്ടിക്ക് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ തിരിച്ചറിയാനായിട്ട് വണ്ടിയിൽ തന്നെ ഒരു റേസ് സ്ട്രൈപ്സ്, വൈറ്റ് റേസ് സ്ട്രൈപ്സും ഈ ഡ്യുവൽ ടോൺ ബ്ലാക്ക് കളറിൻ്റെ മേളിൽ ടാറ്റ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ട് ഫേസ് ചെയ്യുന്ന നോക്കുമ്പോഴേക്കും നമുക്ക് കാണാം ഇപ്പോൾ നമ്മുടെ വിപണിയിലുള്ള ആൾട്രോസിൽ നിന്ന് വലിയ ചേഞ്ചസ് ഒന്നുമില്ല. വണ്ടിയുടെ സെയിം അതേപോലെ തന്നെ നേരത്തെയുള്ള ഗ്രില്ലുകളാണ്, ലൈറ്റ്സും സെയിം ആണ്. പിന്നെ വരുവാണെങ്കിൽ നമ്മൾ ഈ ടാറ്റ എംബ്ലത്തിൻ്റെ താഴെ ഇത് ഒരു R3 വേർഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിന് 360 ക്യാമറ അവൈലബിൾ ആണ്. അപ്പോൾ ആ 360 ക്യാമറയ്ക്കുള്ള ഒരു ഫ്രണ്ട് ക്യാമറയും ഇവിടെ നൽകിയിട്ടുണ്ട്. അതല്ലാതെ വേറെ വലിയ കാര്യമായിട്ടുള്ള ഡിസൈൻ ക്യൂസ് വേറെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. പക്ഷേ ഈ ഒരു കോസ്മെറ്റിക് ചേഞ്ച് വളരെ ഒരു എന്താ പറയുക, വണ്ടീനെ വളരെ സ്പോർട്ടിയാക്കി കാണിക്കാൻ ടാറ്റയ്ക്ക് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ സൈഡിലും ബാക്കി എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടെന്ന് നോക്കാം. ടാറ്റ ആൾട്രോസ് റേസറിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരാൻ നേരത്ത് നമ്മൾ നേരത്തെ കണ്ട ആൾട്രോസിൻ്റെ ഏകദേശം സെയിം ഡിസൈനിങ് ആണ് ഈ സൈഡ് പ്രൊഫൈലിലും വരുന്നത്. പില്ലറിൻ്റെ ഇവിടെയുള്ള ഈ ഡോറിലെ ബോഡി ലൈൻസ് ആണെങ്കിലും ഇങ്ങോട്ട് വരുമ്പോഴുള്ള ബോഡി ലൈൻസും ഇതിനെ കുറച്ച് മസ്കുലറായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മളുടെ നേരത്തെയുള്ള ആൾട്രോസിൻ്റെ ഡിസൈൻ തന്നെയാണ്. ആൾട്രോസ് നമുക്കറിയാം ഒരു മസ്കുലർ ബീഫി ആയിട്ടുള്ള ഒരു കാറായിട്ടാണ് നമ്മളുടെ അതിൻ്റെ ഒരു പ്രസൻസ്. അപ്പോൾ അത് തന്നെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും ആ ലൈൻസ് എല്ലാം. പിന്നെ ഇതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇവിടെ നമുക്കൊരു റേസർ ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ആൾട്രോസ് റേസറിൻ്റെ ബാഡ്ജ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ സൈഡ് പ്രൊഫൈലിൽ. പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് സൈഡ് സ്കേർട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടാറ്റ. ഇതിന് കുറച്ചും കൂടി ഒരു സ്പോർട്ടിയാക്കി കാണിക്കാനായിട്ട് സൈഡ് സ്കേർട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 16 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്. അത് ഡാർക്ക് അലോയ്സ് ആണ് വരുന്നത്. ഇപ്പോൾ ടാറ്റയുടെ ഡാർക്ക് എഡിഷൻ കാർസിലൊക്കെ വരുന്ന ആ സെയിം ടൈപ്പ് ഓഫ് ഡാർക്ക് അലോയ്സ് ആണ് നമുക്ക് 16 ഇഞ്ച് വീൽസിൻ്റെ ഒപ്പം വരുന്നത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മിററിൽ നേരത്തെ പറഞ്ഞ പോലെ 360 ക്യാമറയുടെ ഒരു ഭാഗമായിട്ട് ഇവിടെയും ഒരു ക്യാമറ കാണാൻ സാധിക്കും. പിന്നെ ബാക്കിലോട്ട് വരുവാണെങ്കിലും ആ ലൈൻസ് മേളിലേക്ക് റൺ ചെയ്യുന്നു. അതുപോലെ ടാറ്റയുടെ ആൾട്രോസിൻ്റെ ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള ഈ ഡോർ ഹാൻഡിൽ, അതായത് മുകളിലുള്ള ഡോർ ഹാൻഡിലും ഇവിടെ കാണാം. അതുപോലെ തന്നെ 90 ഡിഗ്രി ഓപ്പൺ ഡോർസ് ടാറ്റ ഈ കാറിനും നൽകിയിട്ടുണ്ട്. അതായത് ടാറ്റ നേരത്തെ ആൾട്രോസിൽ നമ്മൾ കണ്ട അതേപോലെ തന്നെയുള്ള 90 ഡിഗ്രി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഡോർസ് അത് ഇവിടെയും ടാറ്റ അത് നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ടാറ്റ ആൾട്രോസ് റേസറിൻ്റെ സൈഡ് പ്രൊഫൈലിൽ നമുക്ക് വരാനുള്ളത്. അതുപോലെ തന്നെ ഈ കളറിൻ്റെ ഒരു പ്രത്യേകതയും കൂടി നമ്മൾ കാണണം. എനിക്ക് പേഴ്സണലി ഈ ഓറഞ്ച് കളർ വളരെ നന്നായി എന്ന് തോന്നുന്നുണ്ട്. ബിക്കോസ് ഈ ഒരു വണ്ടിയുടെ ഒരു സ്പോർട്ടിക് ലുക്കിനെ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യാൻ ഈ കളറിന് സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ ബാക്ക് പ്രൊഫൈലിൽ എന്തൊക്കെയുണ്ടെന്നും കൂടി നോക്കിയിട്ട് വരാം.
ടാറ്റ ആൾട്രോസ് റേസറിൻ്റെ റിയർ സൈഡിലേക്ക് വരാൻ നേരത്തെ നമുക്ക് വലിയ ഡിസൈൻ ക്യൂ ചേഞ്ചസ് ഒന്നും ടാറ്റ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. നമുക്ക് ആദ്യം തന്നെ നോക്കുമ്പോൾ ഏറ്റവും ആദ്യം സ്ട്രൈക്ക് ഔട്ട് ചെയ്യുന്നത് ഇതിൻ്റെ സ്പോയിലർ തന്നെയാണ്. കുറച്ച് സ്പോർട്ടി ആയിട്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്പോയിലർ നമുക്ക് ഈ റേസറിൽ ടാറ്റ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്പോയിലർ അല്ല നമുക്ക് സാധാരണ ആൾട്രോസിൽ വരുന്നത്. ഇത് കുറച്ചുകൂടി സ്പോർട്ടി ആയിട്ടുള്ള സ്പോയിലർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം. പിന്നെ നമുക്ക് നോർമലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് ആൾട്രോസുമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ വലിയ ചേഞ്ചസ് ഇല്ല. ഇതിൻ്റെ ഡുവൽ ടോൺ കളേഴ്സ് നമുക്കിവിടെ സ്ട്രൈക്ക് ആയിട്ട് നിൽക്കും. എന്താണെന്ന് വെച്ചാൽ ബാക്കിൽ ഇത്രയും ഭാഗം ബ്ലാക്ക് ആണ്, പിന്നെ ഇവിടെ താഴത്തേക്ക് ഓറഞ്ചുമാണ് വരുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ബാഡ്ജിങ് ആണ്. ടാറ്റയുടെ ഡാർക്ക് എഡിഷൻ വണ്ടികളിൽ വരുന്ന ബാഡ്ജിങ് ആണ് ടാറ്റ ഈ ആൾട്രോസിൻ്റെ റിയർ സൈഡിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ആൾട്രോസ് ബ്ലാക്കിൽ ഒരു ആൾട്രോസ് ബാഡ്ജിങ് കാണാം. പിന്നെ ഒരു iTurbo പ്ലസ്, അതായത് ഇതൊരു ടർബോ ചാർജ് വെഹിക്കിൾ ആയതുകൊണ്ട് അത്രയും കാര്യങ്ങളാണ് ബാക്കിൽ നൽകിയിരിക്കുന്നത്. പിന്നെ നേരത്തെ കണ്ടതുപോലെ തന്നെ 360 ക്യാമറയ്ക്ക് വേണ്ടിയുള്ള ഒരു ക്യാമറയും ബാക്കിൽ വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബാക്കിൽ. പിന്നെ അതുകൂടാതെയുള്ള വേറെ വലിയ ചേഞ്ചസ് ഒന്നും കൊടുത്തിട്ടില്ല. 90 ഡിഗ്രി തുറക്കാൻ പറ്റുന്ന ഡോർസ് ആയതുകൊണ്ട് തന്നെ വണ്ടിയുടെ അകത്തേക്ക് കയറാനും ഇറങ്ങാനും വളരെ എളുപ്പമാണ് ഈ ആൾട്രോസിൽ നമ്മൾ വരുമ്പോഴേക്കും. ഇപ്പം നമുക്ക് തന്നെ ഈ ഡോർസിൻ്റെ ഇത്രയും ഓപ്പണിംഗ് ആയിട്ടുള്ളതുകൊണ്ട് എനിക്ക് കയറിയിരിക്കാൻ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. പിന്നെ നമുക്ക് വണ്ടിയുടെ അകത്ത് വരുമ്പോഴേക്കും നമുക്ക് സീറ്റ്സ് വരുന്നത് ലെതറൈറ്റ് സീറ്റ്സ് ആണ് ടാറ്റ നമ്മുടെ ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അതിലും നമുക്ക് ഒരു ഓറഞ്ച് സ്റ്റിച്ചിങ്ങും പിന്നെ റേസ് സ്ട്രിപ്പ് ലൈൻസും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ നന്നായിട്ട് തോന്നി. പിന്നെ നമുക്ക് പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വണ്ടിയിൽ നമുക്ക് ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ലെഗ് സ്പേസ് നോക്കിയാൽ തന്നെ അറിയാം. ഈ വണ്ടിയുടെ സീറ്റ്സ് നമ്മൾ മാക്സിമം ബാക്കിലോട്ടാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹെഡ് സ്പേസ് ഇപ്പം ഞാൻ ഏകദേശം 5'10" ഹൈറ്റുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ ഹെഡ് സ്പേസിന് എനിക്ക് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് തോന്നി. ബട്ട് നിങ്ങൾക്കറിയാമല്ലോ, ഇതൊരു സ്പോർട്സ് വെഹിക്കിളായിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ സ്പോർട്ടി ആയിട്ടുള്ള എല്ലാം നമുക്ക് വെച്ചേ പറ്റൂ. അപ്പോൾ എന്നാലും വളരെ കോസി ആയിട്ടുള്ളൊരു ഇൻറ്റീരിയേഴ്സ് ആണ് നമുക്ക് വരുന്നത്. അതുമാത്രമല്ല, ഓൾ ബ്ലാക്കിലാണ് ടാറ്റ ഈ വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് കുറച്ച് പുഷ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീറ്റ്സിൽ ഇപ്പോൾ നോക്കിയാൽ തന്നെ നമുക്ക് ഒരു സ്ട്രൈപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ മേളിലുള്ള സ്ട്രൈപ്സ് ആയിട്ട് എന്താ പറയുക, അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ സ്ട്രൈപ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബ്ലാക്ക് സീറ്റ്സിൽ ഓറഞ്ച് സ്റ്റിച്ചിങ് ലൈൻസ്, വണ്ടിയുടെ കളറുമായിട്ട് സാമ്യമുള്ള ഓറഞ്ച് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. അതും ഈ വണ്ടിയുടെ ഈ സീറ്റിന് തന്നെ ഒരു സ്പോർട്ടി ലുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ്. ഇപ്പോൾ 2 പേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റ്സ് ആണ്. നമുക്ക് നടുക്ക് ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട്, ഒരു പുൾ ഡൗൺ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റിയർ AC വെൻസ് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു USB പോർട്ടും ടാറ്റ വണ്ടിക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഓൾ ബ്ലാക്ക് ഡിസൈനാണ് ഈ കാറിൻ്റെ അകത്ത് ടാറ്റ കൊടുത്തിരിക്കുന്നത്. പുറത്തെ കളറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം നമ്മൾ ഹെഡ്ലൈനർ ആണെങ്കിലും സീറ്റ്സ് അങ്ങനെ എല്ലാം ഒരു ബ്ലാക്ക് ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ വലിയ വിൻഡോസ് നമുക്ക് തന്നിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ബട്ട് ഏറിയ ആയിട്ട് നമുക്കൊരു കൺജസ്റ്റഡ് ഫീല് വലിയ കാര്യമായിട്ട് വണ്ടിയുടെ അകത്ത് വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ബാക്ക് ഡോർസിൽ ട്യൂട്ടേഴ്സും സ്പീക്കേഴ്സും ടാറ്റ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ബാക്ക് സീറ്റിൽ നൽകിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇനി വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് പോയിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ടാറ്റയുടെ പുതിയ ജനറേഷൻ കാറുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് ടാറ്റ ഇപ്പോൾ ഈ ആൾട്രോസ് റേസറിന് നൽകിയിരിക്കുന്നത്. അത് ടാറ്റയുടെ വണ്ടികളുടെ ആ ഒരു റഗഡ് ലുക്ക് നിലനിർത്താനാണോ എന്ന് ചെറുതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ വരുന്ന പുതിയ ജനറേഷൻ നെക്സൺ ആണെങ്കിലും അതിന് മുകളിലോട്ടുള്ള എല്ലാ വണ്ടികളിലും ടാറ്റ സ്റ്റിയറിംഗ് വീൽസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീൽസ് ഇപ്പോൾ വരുന്നത് ഒരു ലൈറ്റ് അപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പഴയ സ്റ്റിയറിംഗ് വീല് നിലനിർത്തിക്കൊണ്ടാണ് ടാറ്റ ഈ ആൾട്രോസ് റേസറിന് നൽകിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ ഒരു ലെതർ സ്റ്റിച്ച്ഡ് ആയിട്ട് അതുപോലെ തന്നെ വണ്ടിയുടെ കളറുമായിട്ട് സാമ്യമുള്ള ഒരു ഓറഞ്ച് സ്റ്റിച്ചിങ് ഉള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് ടാറ്റ വണ്ടിക്ക് നൽകിയിരിക്കുന്നത്. നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് ഇവിടെ ഉള്ളത്. പിന്നെ ഈ വണ്ടിയുടെ ഡിസൈൻ ക്യൂസിലേക്ക് വരുവാണെങ്കിൽ അകത്ത് നമുക്കൊരു 10" ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ AC കൺട്രോൾസ് എല്ലാം മാനുവൽ കൺട്രോൾസ് ആണ്. അത് വളരെ എന്താ പറയുക, അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പുതിയ ജനറേഷൻ കാറുകളിലൊക്കെ ടച്ച് സ്ക്രീൻ കൺട്രോൾസ് വന്നു തുടങ്ങി. ഇപ്പോൾ ടാറ്റയുടെ ഹാരിയറിലാണെങ്കിലും അതുപോലെ ടോപ്പ് ആൻഡ് നെക്സോൺ വേരിയൻസിലാണെങ്കിലും ഒക്കെ ടച്ച് സ്ക്രീനിൽ AC കൺട്രോൾസ് ഒക്കെ വന്നു തുടങ്ങി. പക്ഷേ അതിൽ
നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മാനുവൽ കൺട്രോളുകൾ നിലനിർത്തി കഴിഞ്ഞാണ്. അതായത് ഇപ്പോൾ ഒരു റേസർ എന്നൊക്കെ പറയുമ്പോഴേക്കുമുള്ള ആ ഒരു എന്താ മാനുവൽ സിസ്റ്റത്തിനോടുള്ള ഒരു ഇഷ്ടം നിലനിർത്താൻ ആളുകൾക്ക് ആ ഒരു എന്തൂസിയാസ്റ്റിന് വേണ്ടി നിർമ്മിച്ചതാണ് ഈ കാറെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ ക്യൂസ്. ഇപ്പം നമുക്ക് കണ്ടാൽ അറിയാം എല്ലാം ടാക്ടൈൽ ബട്ടൺസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ USB ടൈപ്പ് സിയും USB ടൈപ്പ് എയും പോർട്സ് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഒരു 12 വോൾട്ട് പോർട്ടും കൂടി നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് വയർലെസ് ചാർജിങ്ങും വരുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടിയുടെ കളറിനോട് സാമ്യമിക്കുന്ന രീതിയിൽ AC വെൻസിൻ്റെ ചുറ്റിനുമെല്ലാം ഓറഞ്ച് ഒരു ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഗിയർ ലിവറിൻ്റെ ചുറ്റിനും ഒരു ഓറഞ്ച് ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഇതിൻ്റെ എല്ലാ വേരിയൻസിനും വരുന്നത്. ഞാൻ നേരത്തെയും പറഞ്ഞു, ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് എല്ലാം നമുക്ക് ഓട്ടോമാറ്റിക് വേരിയൻസും കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു റേസ് എഡിഷൻ വണ്ടി അല്ലെങ്കിൽ ഒരു റേസ് എഡിഷൻ കാർ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഒരു മാനുവൽ ഗിയർ ബോക്സ് തന്നെയാണ് ടാറ്റ ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതിന് ഓട്ടോമാറ്റിക് ഓപ്ഷൻസ് ഒന്നുമില്ല. ഒരു 6 സ്പീഡ് മാനുവലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ വേറെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ 2 വെന്റിലേറ്റഡ് സീറ്റ്സ് ടാറ്റ ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ അറിയാം, ഇത് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. ഈ ഫ്രണ്ടിലെ ഡ്രൈവർ പാസഞ്ചർ വെന്റിലേറ്റഡ് സീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് ആദ്യം കയറിയിരിക്കുമ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന രീതിയിൽ പറയാനുള്ളത്. പിന്നെ ഈ വണ്ടിയിൽ നമുക്ക് മെയിനായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺറൂഫ് വരുന്ന ഒരു മോഡലും കൂടിയാണ് ഇത്. ടാറ്റ ഇതിൻ്റെ എല്ലാ മോഡൽസിനും സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു നോർമൽ സൺറൂഫാണ് വരുന്നത്, ഓക്കെ, അല്ലാതെ വലിയ രീതിയിലുള്ള സൺറൂഫ് അല്ല, നോർമൽ സൺറൂഫാണ്. അതുകൂടാതെ തന്നെ ഈ സൺറൂഫ് വോയിസ് ആക്ടിവേറ്റഡ് കൂടിയാണ്. ഓക്കെ, വോയിസ് ആക്ടിവേറ്റഡ് സൺറൂഫാണ് ടാറ്റ ഈ വണ്ടിയിൽ നൽകിയിരിക്കുന്നത്. അതുകൂടാതെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി, ഒരു ഹാർമൻ സൗണ്ട് സിസ്റ്റം കൂടി ടാറ്റ ഈ വണ്ടിക്ക് നൽകുന്നുണ്ട്. 4 സ്പീക്കേഴ്സും 4 ട്യൂട്ടേഴ്സും വരുന്ന രീതിയിലാണ്. അതായത് ഓരോ ഡോറിലും ഒരു സ്പീക്കറും ഒരു ട്യൂട്ടറും എന്ന രീതിയിൽ ഒരു വളരെ സൗണ്ട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഹാർമൻ സൗണ്ട് സിസ്റ്റം കൂടി ടാറ്റ ഈ വണ്ടിക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ വണ്ടിയുടെ അകത്ത് കയറുമ്പോൾ പറയാനുള്ളത്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ കുറച്ച് വിശേഷങ്ങൾ പുറത്തു പോയി പങ്കുവയ്ക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 1.2 ലിറ്റർ 3 സിലിണ്ടർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനിലാണ് ടാറ്റ ആൾട്രോസ് റേസറിനെ നമുക്ക് വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 3 വേർഷൻസ് ആണ് നമുക്ക് ഈ വണ്ടിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. R1, R2 അല്ലെങ്കിൽ R3 എന്ന രീതിയിൽ 3 വേർഷൻസിലാണ് ഈ വണ്ടി വരുന്നത്. 3 വേരിയൻസിനും ടാറ്റ ഈ സെയിം എഞ്ചിനും ഈ സെയിം ഗിയർ ബോക്സും തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ വരുന്ന വ്യത്യാസങ്ങൾ വളരെ ചെറുതാണ്. ഇപ്പോൾ ഏറ്റവും ടോപ്പ് എൻഡിൽ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്. ബേസ് മോഡലിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് TFT ഇൻസ്ട്രുമെൻറ്റ് പാനലാണ് ഏറ്റവും ടോപ്പ് എൻഡിൽ വരുന്നത്. ബേസ് മോഡൽ വരുമ്പോൾ TFT ഇൻസ്ട്രുമെൻറ്റ് പാനൽ മിസ്സിംഗ് ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ ബേസ് മോഡൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ടാറ്റ ഈ വണ്ടി ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ കാർ മാർക്കറ്റിൽ ഈ ഹോട്ട് ഹാച്ച് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് മാത്രമുള്ള ഒരു സെഗ്മെൻറ്റാണ്. നമുക്ക് നേരത്തെ പോളോ GT ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ i20 N-Line ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഉത്തരമായിട്ട് അതിനൊക്കെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ടാണ് ടാറ്റ ആൾട്രോസ് റേസറിനെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയിൽ കുറച്ചും കൂടി ഒരു പെർഫോമൻസ് വേണം എന്ന് ഉദ്ദേശിക്കുന്ന ആർക്കും ഉള്ള ഒരു ഉത്തരമാണ് ആൾട്രോസ് റേസർ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് കാറാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഹോട്ട് ഹാച്ച് നോക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് വെഹിക്കിൾ നോക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് റീച്ചബിൾ ആയിട്ടുള്ള ഒരു വെഹിക്കിൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും വന്ന് ചെക്കൗട്ട് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ടാറ്റ ആൾട്രോസ് റേസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വൈറ്റ്ലയിലല്ല, മലയാളം ടാറ്റ മോട്ടോഴ്സിലാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ടാറ്റ ആൾട്രോസ് റേസർ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യാം. ഈ വണ്ടി നമുക്ക് ഏകദേശം ഒരു 949 ആണ് എക്സ് ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഏകദേശം 1050 വരെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിന് 3 വേരിയൻസ് ആണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ പ്ലീസ് ഡു കം ആൻഡ് ചെക്ക് ഔട്ട് ദ ടാറ്റ ആൾട്രോസ് റേസർ. ഓക്കെ, ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് എത്ര വേഗം തിരിച്ചെത്താം. ബൈ ബൈ.